ചങ്ക, ഇവന്റെ ഭാവം എന്താ? ഇത്രയും ചെറിയ തത്തയായിട്ട് പോലും അവൻ നമ്മളെ പോലെ ബോഡി ഉണ്ടാക്കാനാ നോക്കുന്നത്. എടാ, നമ്മളെക്കാളും ശക്തിശാലിയാകാൻ ശ്രമിക്കുന്നത് അവന്റെ അതിമോഹമാണ്. എന്റെ ബോഡിക്ക് അനുസരിച്ചിട്ടുള്ള പ്ലേറ്റ് കിട്ടുന്നില്ലല്ലോ. അവിടെ ഒരു വാച്ചുണ്ട്, ആ വാച്ചിനെ വാച്ചി അതിന്റെ താഴെ നിന്റെ പ്ലേറ്റ് ഉണ്ട്. ഇങ്ങനെ കിടന്ന് ഒച്ച വെക്കുന്ന എന്തിനാ? എന്റെ ചെവിയുടെ ലൗഡ് സ്പീക്കർ വരെ അടിച്ചു പോയി. ശാന്തരാകൂ, ശാന്തരാകൂ, ശാന്തരാകൂ. നമുക്ക് തട്ടിപ്പറിക്കണ്ട, ചോദിച്ചു വാങ്ങാം അവന്റെ പ്ലേറ്റ്. പ്ലേറ്റ്, പ്ലേറ്റ്, പ്ലേറ്റ്. ഞാൻ വാങ്ങാൻ പോവുകയാണ്, എല്ലാരും ശ്രദ്ധിച്ച് കണ്ടോളൂ. എന്റെ ചേട്ടാ, ഇങ്ങനെയാണോ ഒരു പ്ലേറ്റ് ഊരി എടുക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ, പ്രശ്നം വല്ലതും ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല. എന്താ പ്രശ്നം? ഞങ്ങൾ ഇവന്റെ ബോഡി ഒന്ന് ടെസ്റ്റ് ചെയ്തതാണ്. നല്ല ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, തളർച്ചയുണ്ട്, പക്ഷെ വളർച്ചയില്ല. പുലർച്ചയുള്ള തളർച്ച ആയതുകൊണ്ട് വൈകാതെ ശരിയാകും. നിങ്ങളൊന്നുകൊണ്ട് പേടിക്കണ്ട, വിഷമിക്കണ്ട, ഇതൊക്കെ വൈകാതെ ശരിയാകും. പണി ഇവരെ എനിക്ക് പണ്ടേ അറിയാവുന്നതാ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിയാക്കും. സാരമില്ല. അത് ശരി, ഞാൻ വിചാരിച്ചത് അവർ നിന്നെ ശരിക്കും ശല്യപ്പെടുത്തുവാണെന്നാണ്. അയ്യോ, അങ്ങനെയൊന്നും ഇല്ല. ഇവര് നല്ലവരാ. നിങ്ങൾ പോയി എക്സർസൈസ് ചെയ്യ്, ഞാൻ കുറച്ച് പുഷപ്പ് എടുക്കാൻ നോക്കാം. എന്നാ പിന്നെ ശരി, ഞങ്ങള് പോയി കാർഡിയോ ചെയ്തിട്ട് വരാം. ഒന്ന്, എനിക്കുണ്ടല്ലോ 2 മിനിറ്റ് വരെ ശ്വാസം പിടിച്ചു നിർത്താൻ കഴിയും. പക്ഷെ നിന്റെ വായ്നാറ്റം വെച്ച് നോക്കുമ്പോ 2 മിനിറ്റ് എന്നല്ല, 2 ദിവസത്തേക്ക് നീ ശ്വാസം വിടാൻ പാടില്ല. കൊള്ളാം, 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 അടിപൊളി. ഇവന്റെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനമാകും. നമ്മളോട് എത്രയും ശക്തരായിട്ട് വേറെ ആരും തന്നെ ഉണ്ടാകാൻ പാടില്ല. എടാ പോപ്പട്ടെ, വല്ല സീരും ഉണ്ടെങ്കിൽ പറയേ. വേണ്ട വേണ്ട, നീ സീൻ പറയല്ലേ. സിനിമയുടെ പേര് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾ പോയി കണ്ടോളാം. സീൻ പറഞ്ഞു കഴിഞ്ഞാലേ സിനിമ കാണാനുള്ള മൂഡ് അങ്ങ് പോകുന്നേ. വാ കൂട്ടുകാരെ, നമുക്ക് വീട്ടിൽ പോവാം. ഇന്ന് ഇത്രയും തന്നെ ധാരാളമാ. ബാക്കിയൊക്കെ നമുക്ക് നാളെ ആവാം. നീ നുണ പറയണ്ട പോപ്പട്ടെ, അവർ നിന്നെ ശല്യപ്പെടുത്തുമെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. പക്ഷെ നീ അതിനെപ്പറ്റി ഞങ്ങളോടൊന്നും പറഞ്ഞില്ല. നീ ഞങ്ങളുടെ പോപ്പട്ടാണ്, അടിപൊളി പോപ്പട്ട്. നീ ആരെയും പേടിക്കാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇപ്പോഴും ആരെയും പേടിയൊന്നുമില്ല. അത് പിന്നെ ആ പരുന്തുകള്, അല്ല, ഞങ്ങള് തത്തകള് പരുന്തുകളുടെ അത്രയും ശക്തന്മാരല്ലല്ലോ. അതുകൊണ്ട് അവന്മാര് എന്നെ ശരിക്കും കളിയാക്കി. ഞാൻ ജിമ്മിൽ ചെന്ന് അവരെ പോലെ ആകാൻ നോക്കുവെന്നാ അവർ വിചാരിച്ചിരിക്കുന്നത്. തത്തകൾക്ക് ഒരിക്കലും പരുന്തുകളെ വെല്ലാനാവില്ല. അത് ഇന്നത്തോടെ എനിക്ക് മനസ്സിലായി. എന്തുകൊണ്ട് വെല്ലാനാവില്ല? ആരും ആരെക്കാട്ടിലും വലുതല്ല പോപ്പട്ടെ. നമുക്കും ഒരു ആത്മവിശ്വാസം വേണ്ടതാണ്. പക്ഷേ ഒരു പക്ഷേ ഇല്ല, നിനക്കും അവരെ പോലെ തന്നെ നല്ല ശക്തിശാലിയാകാൻ സാധിക്കും. കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാ മതി. ഇന്ന് മുതൽ നമുക്ക് ട്രെയിനിങ് തുടങ്ങാം. അയ്യോ, അല്ല, ഇവനെന്താ പറന്നു പോവാത്തത്? വേണ്ട വേണ്ട, ഇങ്ങനെ തന്നെ നല്ലത്. പയ്യൻ നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്. വെരി ഗുഡ് പോപ്പട്ട്. അവസാനം കുറച്ച് പണികളൂടെ ഉള്ളൂ. എന്റെ കൂടെ വാ. ബണി, നിന്റെ പ്ലാൻ എന്താ? അതൊക്കെ നിനക്ക് ഇപ്പൊ മനസ്സിലാവും. നീ റെഡിയല്ലേ? അതൊക്കെ റെഡിയാണ്. സംശയമുണ്ടോ? പക്ഷെ നിന്റെ പ്ലാൻ എന്താ?
Honey Bunny are chasing Bad Monkey. Don't act like a hunky, cause I am a bad monkey. Power cool power-ups and use boosters to beat boss in this fight. An all-new adventure awaits you in Honey Bunny Ka Cholma, The Crazy Chase. Brand new game. Download now only on Google Play Store. ഇപ്പൊ നമ്മുടെ പോപ്പത്ത് മൊത്തത്തിൽ തയ്യാറാണ്. ഇനിയിപ്പൊ 3 പരുന്നുകളല്ല, പരുന്തിന്റെ പട്ടാളം വന്നാലും ഞാൻ നേരിട്ടിരിക്കും. എക്സർസൈസ് ശരീരത്തെക്കാളും തലച്ചോറിന്റെ ശക്തിയാണ് കൂട്ടുന്നത്. തലച്ചോറിന് ശക്തി ഉണ്ടെങ്കിൽ പിന്നെ ദിനോസോറിനെ പോലും നമ്മൾ പേടിക്കില്ല. ഞാനിപ്പോ ആ 3 പരുന്തുകളെ അടുത്തുള്ള സെക്ഷനിൽ വെച്ച് കണ്ടു. ഇന്നുമാർ കാണാൻ പോകുന്നത് ദ പവർഫുൾ പോപ്പറ്റിനെയാണ്. നോക്കൂ, വസ്ത്രം, ഡ്രസ്, അതായത് ഉടുപ്പ് ചേരുന്നത് വേണം ധരിക്കാൻ. നിനക്ക് ഇതായിരിക്കും നന്നായിട്ട് ചേരുന്നത്. ഇത് നന്നായിട്ട് ചേരും. ഞങ്ങൾ വരുന്നുകളും നീ ഒരു തത്തയുമാണെന്ന കാര്യം നീ മറന്നുപോയോ? എന്നിട്ട് നീ ഞങ്ങളോട് ഏറ്റുമുട്ടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പരുന്നുകളാണെന്ന് എനിക്കറിയാം, പക്ഷെ അണമുട്ടിക്കഴിഞ്ഞാൽ ചേരയും കടിക്കുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. സംശയമുണ്ടോ? ഇവന്റെ ശരീരത്തിന്റെ അതേ വെയിറ്റ് തന്നെയാണ് ഇവന്റെ തലച്ചോറിനും ഉള്ളതെന്ന് തോന്നുന്നു. എന്താ ചേട്ടന്മാരെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഏതിനാ കൂടുതൽ വെയിറ്റ് എന്ന്? അവൻ നമ്മൾ വിചാരിച്ച പോലല്ല, അവൻ ശക്തിശാലിയാ. ഇതെന്തായാലും കൊള്ളാം. ഒരു തത്ത പരുന്തുകളെ നല്ലൊരു പാഠം പഠിപ്പിച്ചു.
ചേട്ടാ എന്തായാലും ഒരു കാര്യം തെളിഞ്ഞു. ശരീരം വലുതായത് കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. തന്റെ ഇടമുള്ള നല്ലൊരു മനസ്സ് വേണം. നമ്മൾ അവർക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യണം. കൂട്ടുകാരെ, നമ്മൾ ശരിക്കും ഇവരുടെ മുമ്പിൽ നാണം കെട്ടിരിക്കുകയാണ്. കൂടുതൽ നാണം കെടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മാപ്പി വെച്ചിട്ട് സ്ഥലം എടുത്താ നല്ലത്. ഞങ്ങൾക്ക് നല്ല കുറ്റബോധമുണ്ട്. കാരണം ഞങ്ങൾ കാണിച്ചത് വളരെ വലിയ തെറ്റാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് മാപ്പ് തരണം. നിങ്ങൾ ഞങ്ങളെക്കാൾ ശക്തരാണ്. എന്നോട് ക്ഷമിക്കണേ പോപ്പട്ടെ. ക്ഷമിക്കണേ ക്ഷമിക്കണേ ക്ഷമിക്കണേ. ഞങ്ങൾ ഇനി പോപ്പട്ടിനെ ഒരിക്കലും ശല്യം ചെയ്യില്ല. ഞങ്ങൾക്ക് മാപ്പ് തരണം. അടിച്ചു പൊളിച്ചു തിമിർത്തു. ആദ്യം സത്യം ചെയ്യ. ഇനി നിങ്ങളെക്കാൾ ബലം കുറഞ്ഞ ഒരുവനെ ഒരിക്കലും ശല്യം ചെയ്യില്ലെന്ന് ഞങ്ങൾ സത്യം ചെയ്യുകയാണ്. ഞങ്ങൾ പ്രോമിസ് ചെയ്യാണ്. ഇനി ഒരിക്കലും മേലാൽ ഞങ്ങളെക്കാൾ ശക്തി കുറഞ്ഞവരെ ദുർബലരായിട്ടോ അശക്തരായിട്ടോ ബലമില്ലാത്തവരായിട്ടോ കാണില്ല, നോക്കില്ല, ഒന്നും പറയില്ല. ഒരിക്കലും പറയില്ല. ഈ തെറ്റിനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് അവൻ പറഞ്ഞത്. അതിനുകൂടി ഞങ്ങൾക്ക് മാപ്പ് തരണേ. ശരി, ഇനി മേലിൽ നിങ്ങളെ ഇവിടെ കണ്ട ഒരുത്തന്റെ എല്ല് പോലും ഞാൻ ബാക്കി വെക്കില്ല. ഓടിക്കോണം ഇവിടുന്ന്.